ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ തീപിടുത്തമുണ്ടായി, 2-3 ആവർത്തിച്ച് തീപിടുത്തമുണ്ടായി. ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതൊരു അട്ടിമറിയാണ് എന്നത് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമുണ്ടോ? അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് ലഭ്യമാണോ? സർ, ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് പരിശോധിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ഡിസംബർ മാസം അവസാനം ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ആദ്യം ഒരു റിപ്പോർട്ട്, ഒരു ഇൻട്രീം റിപ്പോർട്ടും അവർ നൽകിയിരുന്നു. സർ, ഇതിൽ പറയുന്ന ഇതിന്റെ അന്തസത്ത, ഇതിൽ ഈ സംഭവങ്ങൾ, ഈ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ച ഇടത്തെ ചില ഈർപ്പം ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാങ്കേതികമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വെയർഹൗസുകളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ആ വെയർഹൗസ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്. സർ, ഈ 2019 കാലയളവിലാണ് ഫയർ NOC സംബന്ധിച്ച കാര്യങ്ങൾ അത് ലഭ്യമാകുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ വ്യത്യാസമുണ്ടായത്. അപ്പം നിലവിലെ ചില വെയർഹൗസുകളിൽ NOC ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് മാനദണ്ഡ പ്രകാരമുള്ള വെയർഹൗസുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ക്വാളിറ്റി സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ഡ്രഗ്സ് കൺട്രോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ബ്ലീച്ചിങ് പൗഡർ ക്വാളിറ്റി എൻഷ്വേർഡ് ആണ്, ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലത്ത് ഉൾപ്പെടെ ഈ ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെ സംസ്ഥാനത്ത് എല്ലായിടത്തും അത് വിതരണം ചെയ്തിട്ടുമുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇത് സൂക്ഷിക്കുന്ന, ഈർപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൺലൈറ്റ് നേരിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബൾക്കായിട്ട് ഇത് ചാക്കിൽ സൂക്ഷിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത് മാനദണ്ഡ പ്രകാരം ഈ കമ്മിറ്റി നിർദ്ദേശിച്ച തലത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട്. സർ.